തേടുന്ന ചില പഠനങ്ങളാണ്. സാഹിത്യ പഠനങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ഒരു മറ്റേ റൊണാൾഡ് മില്ലറിനൊക്കെ ശേഷമുള്ള 60-70കളോട് കൂടി കുറേ കൂടി നമ്മൾ പൊളിറ്റിക്കൽ ഹിസ്റ്ററിയോടൊപ്പം തന്നെ സോഷ്യൽ ഹിസ്റ്ററിയിലേക്ക് മാറുന്നുണ്ട്. ഇപ്പോൾ മുഹമ്മദ് കോയ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ മുഹമ്മദ് കോയ, ഇബ്രാഹിം കുഞ്ഞു, അവരൊക്കെ അവരുടെ പൊളിറ്റിക്കൽ ഹിസ്റ്ററി പറയുന്നതോടുകൂടി കുറേ കൂടി കാസ്റ്റിനെ പറ്റി, മാട്രിലീനിയെ പറ്റി, സോഷ്യൽ ഓർഗനൈസേഷനെ പറ്റി, എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് ഒക്കെ ഒരു ഷിഫ്റ്റ് 1970കളിൽ മാപ്പിള ചരിത്ര രചനയിൽ പ്രകടമാണ്. ഈ ഷിഫ്റ്റിൻ്റെ ഒരു കോറ് മീൻസ് ഞങ്ങൾ കേരളത്തിൻ്റെ അഭേദ്യമായ ഒരു ഘടകം, ദേശീയോദ്ഗ്രഥനം എന്നുള്ള മീൻസ് ഇംതിയാസ് അഹമ്മദ് അദ്ദേഹത്തിൻ്റെ ഒരു ഇന്ത്യൻ ഇസ്ലാം എന്ന് പറയുന്നൊരു മോഡൽ കൊണ്ടുവരുന്നുണ്ട്, അല്ലെങ്കിൽ ലോക്കൽ ഇസ്ലാം എന്ന് പറയുന്നൊരു മോഡൽ. RSS വലിയ രീതിയിൽ മുസ്ലിങ്ങളുടെ അസ്തിത്വവും ലോയൽറ്റിയും അവരുടെ പ്രാദേശിക സ്വത്വമൊക്കെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ മുസ്ലിങ്ങൾക്ക് വലിയ രീതിയിലുള്ള പ്രാദേശിക ലോക്കലി കൺവേർട്ടഡ് ആയ ആളുകളാണ്. അത് മാത്രമല്ല അവരുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും വലിയ രീതിയിൽ ലോക്കൽ ഹിന്ദു കൾച്ചറിൻ്റെ ഇൻഫ്ലുവൻസ് പ്രകടമാകുന്നതാണ്. അല്ലെങ്കിൽ ഈ പ്രദേശത്തിൻ്റെ മക്കൾ തന്നെയാണ് ഞങ്ങളെന്ന് അടയാളപ്പെടുത്താനുള്ള ശ്രമങ്ങൾ. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ചില ടോപ്പിക്കുകൾ ഇപ്പോഴും നമ്മുടെയൊക്കെ സോഷ്യൽ ഹിസ്റ്ററിയിൽ ഡോമിനേറ്റായി നിൽക്കുന്നത് ഈ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷനെ സംബന്ധിച്ചുള്ള പഠനങ്ങൾ, കാസ്റ്റിനെ സംബന്ധിച്ചുള്ള ഉൾപ്പെടെയുള്ള പഠനങ്ങൾ, മാട്രിലീനിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഠനങ്ങൾ, ഇതൊക്കെയാണ് പലപ്പോഴും നമുക്ക് ഡോമിനേറ്റ്. ഇത്തരം ഒരു ഷിഫ്റ്റ് ഈ ഒരു കാലഘട്ടത്തിൽ വളരെ പ്രകടമാണ്. അതിൻ്റെ ക്ലാസിക്കൽ ആയിട്ടുള്ള ഈ ഒരു പഠനങ്ങളുടെ ക്ലാസിക്കലായിട്ടുള്ള ഒരു എക്സാമ്പിളാണ് മുസ്ലിങ്ങളും കേരള സംസ്കാരവും എന്ന് പറഞ്ഞ് PK മുഹമ്മദ് കുഞ്ഞിയുടെ ഒരു പഠനം. അദ്ദേഹം ഈ പഠനത്തിന് ആമുഖം എഴുതുന്നത് C. അച്യുത മേനോനാണ്. മുഹമ്മദ് കുഞ്ഞി അദ്ദേഹത്തിൻ്റെ പഠനത്തെ മീൻസ് കേരള സംസ്കാരത്തിൽ മുസ്ലിങ്ങളുടെ സംഭാവന, അല്ലെങ്കിൽ എങ്ങനെയാണ് കേരള സംസ്കാരം മുസ്ലിങ്ങളും തമ്മിലുള്ള ഇടപെടലുകൾ, അദ്ദേഹം ഈ പഠനത്തെ അടയാളപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: സമ്പർക്കത്തിൻ്റെയും സമന്വയത്തിൻ്റെയുമായ ആ പ്രക്രിയയിൽ മുസ്ലിങ്ങളുടെ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും എന്തിന് വിശ്വാസങ്ങളിൽ പോലും കേരളത്തിൻ്റെ നിറവും മണവും കരുതുകയുണ്ടായി. കേരളത്തിൻ്റെ പൊതു സംസ്കാരം ഇതുകൊണ്ടൊക്കെ കൂടുതൽ സമ്പന്നമാവുകയാണ് ഉണ്ടായത്. ദേശീയോദ്ഗ്രഥനത്തിന് വേണ്ടിയുള്ള യത്നങ്ങൾക്ക് സഹായകമാകുമാറ് മതസമൂഹങ്ങളും ചരിത്രത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഗതിയിൽ അവർ വഹിച്ച പങ്കിനെയും വിലയിരുത്തുന്നത് ആവശ്യമാണ്. സമുദായങ്ങളുടെ വൈകാരികമായ ഐക്യം ഉണർത്തി ഉറപ്പിക്കാനും ശിഥിലീകരണ പ്രവണതകൾ വർജിക്കാനും അത് ഉപകരിക്കും. ഈ ലക്ഷ്യത്തോടെയാണ് മുസ്ലിങ്ങളും കേരള സംസ്കാരവും രചിച്ചത്. മീൻസ് ഒരർത്ഥത്തിൽ പ്രാദേശികമായി ദേശീയോദ്ഗ്രഥനത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് മുസ്ലിം സബ്ജക്റ്റിവിറ്റി നിരന്തരമായി നേരിടുന്ന എക്സിസ്റ്റൻഷ്യൽ ത്രെറ്റിൻ്റെ സർവൈവൽ ക്വസ്റ്റ്യൻസിൻ്റെ ഒക്കെ ഭാഗമായിട്ടുള്ള നമ്മുടെ സബ്ജക്റ്റിവിറ്റി, നമ്മുടെ തീംസ്, അല്ലെങ്കിൽ നമ്മുടെ ഓറിയൻറ്റേഷൻസ്, ഇതിനൊക്കെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പഠനം ആ അർത്ഥത്തിൽ വലിയ രീതിയിലുള്ള ശ്രമമാണ്. മീൻസ് കൊളോണിയലിസം, നിങ്ങൾക്ക് സാമൂഹിക ബന്ധങ്ങൾ സാധ്യമല്ല, സഹവർത്തിത്വം സാധ്യമല്ല, അല്ലെങ്കിൽ ഇപ്പോൾ ഡെയിലിനെ പോലെയുള്ള ആളുകളൊക്കെ പറയുന്നത്, അദ്ദേഹം ഫ്രണ്ടിയർ തിയറി എന്ന് പറയുന്ന ഒരു മെറ്റാനറേറ്റീവ് ഉപയോഗിച്ചുകൊണ്ട് പോർച്ചുഗീസ് കാലം മുതൽ 1971 മലപ്പുറം ജില്ലയുടെ രൂപീകരണം വരെ നിങ്ങൾ പരസ്പരം പോരടിച്ചുകൊണ്ട് നിലനിന്നിരുന്നൊരു സമൂഹമായിരുന്നു എന്ന് നിങ്ങൾ നമ്മളോട് പറയാൻ ശ്രമിക്കുമ്പോൾ അങ്ങനെയല്ല. സാഹിത്യത്തിൽ അതുപോലെ തന്നെ വിശ്വാസാചാരങ്ങളിൽ ഒക്കെ ഞങ്ങൾക്ക് വലിയ രീതിയിലുള്ള കൊടുക്കൽ വാങ്ങലുകൾ, അതൊക്കെ നിലനിന്നിരുന്നു എന്നുള്ള പറയാനുള്ള ശ്രമങ്ങളാണ് ഇത്തരം രചനകളിൽ പ്രകടമാകുന്നത്. നമുക്ക് പുതിയ രീതിയിലുള്ള ഇടപെടലുകളും ഈ മലബാറുമായി ബന്ധപ്പെട്ട് നമുക്ക് പല രീതിയിലുള്ള ട്രെൻഡുകൾ, അഥവാ ഇതിൻ്റെയൊക്കെ പുറത്തു പോയിട്ട് മീൻസ് വളരെ ലോക്കലൈസ്ഡ് ആയ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റി യാതൊരു രീതിയിലുമുള്ള നോർത്ത് ഇന്ത്യയിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്, വേറെ എവിടെയും ഇതുപോലെയുള്ള ഒരു സമൂഹത്തെ കാണാൻ കഴിയുകയില്ല എന്നുള്ള ആഖ്യാനമാണ് ക്രോണിയൽ ആഖ്യാനങ്ങളിൽ പലതും കാണുന്നത്. വേറെ ആരോടും പരസ്പര ബന്ധമില്ല. പരസ്പരം സമൂഹങ്ങൾ തമ്മിൽ ബന്ധം ഉണ്ടായാലാണ് സമൂഹങ്ങൾക്ക് വികസിക്കാനുള്ള സാധ്യത ഉണ്ടായിട്ടുള്ളൂ, മാറി ചിന്തിക്കുവാനുള്ള സാധ്യത ഉണ്ടായിട്ടുള്ളൂ. പൊതുവെ കൊളോണിയൽ രേഖകളിൽ മലപ്പുറം മാപ്പിള സമൂഹത്തെ വിവക്ഷിച്ചിട്ടുള്ളത് ഇത്തരം യാതൊരു സാമൂഹിക ബന്ധവും ഇല്ലാത്ത ലോക്കലൈസ്ഡ് ആയിട്ടുള്ള വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ആയിട്ടാണ്. പക്ഷെ നമ്മുടെ അടുത്ത കാലത്തെ പഠനങ്ങളൊക്കെ കുറെ കൂടി ഈ നമ്മുടെ കണക്റ്റഡ് ഹിസ്റ്ററിയെ പറ്റി, അല്ലെങ്കിൽ നമ്മുടെ ഭാഷ അറബി മലയാളമാണെങ്കിലും മാട്രിലീനിയൽ സിസ്റ്റം ആണെങ്കിലും നമ്മുടെ പ്രാദേശികമായിട്ടുള്ള സംസ്കാരവും നിയമങ്ങളൊക്കെ ആണെങ്കിലും അതെങ്ങനെയാണ് നമ്മുടെ ഇന്ത്യൻ ഓഷ്യൻ നെറ്റ്വർക്കിലെ
വലിയ രീതിയിലുള്ള കൊടുക്കൽ വാങ്ങലുകളും ട്രാൻസാക്ഷനും രൂപപ്പെടുത്തിയത് എന്നുള്ള രീതിയിലുള്ള പഠനങ്ങൾ മൺസൂൺ ഇസ്ലാം ആയാലും മഹ്മൂദ് കുരിയുടെ ഒക്കെ പുതിയ പഠനങ്ങളായാലൊക്കെ അത് സൂചിപ്പിക്കുന്നുണ്ട്. മീൻസ് പ്രാദേശികമായ ഈ ഒരു പ്രദേശത്ത് വിജ്ഞാനത്തിന്റെ വെളിച്ചമെത്താതെ അല്ലെങ്കിൽ വേറെ വെളിയിൽ നിന്നുള്ള യാതൊരു ഇൻഫ്ലുവൻസും ഇല്ലാതെ ഇരുണ്ട ബാധിത പ്രദേശത്ത് ജീവിക്കുന്ന ഒരു വിഭാഗമായി ചുരുക്കി കാണിക്കാൻ ശ്രമിക്കുമ്പോൾ അങ്ങനെയല്ല, വലിയ രീതിയിലുള്ള വിപുലമായ സാംസ്കാരിക ബന്ധങ്ങളും വിപുലമായിട്ടുള്ള കച്ചവട ബന്ധങ്ങളും വിപുലമായിട്ടുള്ള ഇടപെടലുകളൊക്കെ ട്രാൻസ് റീജിയണൽ ട്രാൻസ് ഓഷ്യാനിക് കണക്ഷൻസ് ഒക്കെ ഞങ്ങളുടെ സാമൂഹിക രൂപീകരണം കേരള സാമൂഹിക രൂപീകരണത്തിൽ പ്രത്യേകിച്ച് മുസ്ലിം സമൂഹത്തിന്റെ രൂപീകരണത്തിൽ വലിയ രീതിയിലുള്ള പങ്കുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന പുതിയ പഠനങ്ങളൊക്കെ നമുക്ക് മുന്നിൽ പലപ്പോഴും ഈ കൊളോണിയൽ നരേഷൻസിന്റെയും അല്ലെങ്കിൽ മലബാറിനെ ഡീകൊളനൈസ് ചെയ്യുന്നതിനുള്ള ശ്രമങ്ങളൊക്കെ ഭാഗമായിട്ടുണ്ട്. അതേസമയം തന്നെ ഈ കടലിനോടുള്ള ഭ്രമം ഒരു തരത്തിലുള്ള ഒരു 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 സവർണതയാണ്. മീൻസ് ഞാൻ മുൻപ് സൂചിപ്പിക്കുകയുണ്ടായി, കടൽ അല്ലെങ്കിൽ വൈദേശിക ബന്ധം സാധ്യമാകുന്ന ആളുകളുണ്ട്. കോഴിക്കോട് കാലിമാരുടെ ഒരു ഫത്വയെ പറ്റി ഞാൻ മുൻപ് സൂചിപ്പിക്കുകയുണ്ടായി. അഥവാ കടലിലുള്ള ഞങ്ങൾ അല്ലെങ്കിൽ കടലോര പ്രദേശങ്ങളിൽ അറബ് കൺവേർട്ടും അറബ് ലീനേജും രക്തമൊക്കെയുള്ള ഞങ്ങൾ മാന്യന്മാരാണ്, വലിയ തറവാടും വലിയ സംസ്കാരമൊക്കെ ഉള്ള ആളുകളാണ്.